പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വ്ളോഗിൻ്റെ 1, 2, 3, 4 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെയിട്ട് വന്നിട്ടും അതുപോലെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും എന്നോട് 1, 2, 3, 4 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നിൻ്റെ വർക്ക് അവിടെ, ദുബായിൽ എന്താ ജോലി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ദുബായ് ഷെയ്ഖ് ഉണ്ടല്ലോ, ഷെയ്ഖിൻ്റെ PA ആണ് എന്ന് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ജോലി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഹലോ. ഓക്കെ ശരി. ഓക്കെ. ഇത് കണ്ടില്ലേ, അതായത് കഫേ റെസ്റ്റോറൻറ്റുകളിൽ ഉപയോഗിക്കുന്ന ബ്ലെൻഡർ ഉണ്ട്, ജ്യൂസർ ബ്ലെൻഡർ, അതായത് കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന മെഷീന്, അതിൻ്റെ ഡെലിവറി. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ കസ്റ്റമേഴ്സ് വിളിക്കും, നമ്മൾ ആദ്യം പോയിട്ട് നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ. ഒരു സമയത്ത് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന് മുൻപേ 8-9 കിലോമീറ്ററൊക്കെ സൈക്കിളിൽ ചവിട്ടിയിട്ടൊക്കെ ഡ്യൂട്ടിക്ക് പോയത് എനിക്ക് ഓർമ്മയുണ്ട്, വെയിലും കൊണ്ടിട്ട്, നല്ല വെയിലാണ്. അപ്പോൾ അന്ന് എൻ്റെ സുനന്ദൊക്കെ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ടീഷർട്ട് ഊരിയിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വേർപ്പുണ്ട് എന്നുള്ളത്, അത്രയും ഇടങ്ങറായിട്ടുണ്ട് ഒരു സമയത്ത്. ഇപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എത്ര ഇടങ്ങറായാലും ബുദ്ധിമുട്ടി കഴിഞ്ഞാലും നമുക്ക് അതിന് നല്ലൊരു കാലം വരാൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം. അതായത് കത്തിയേരിയുമേ ഗ്രീഷ്മത്തിളക്കരെ പൂക്കാലമുണ്ടായിരിക്കാം എന്നൊരു പാട്ടിൻ്റെ വരികളിൽ പാടുന്നുണ്ടല്ലോ. അതായത് ചുംബനപ്പൂ കൊണ്ട് മൂടാം തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഒരു കയറ്റത്തിന് ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ, ഒരു ചൂടിനൊരു വസന്തകാലം വരുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ ഡ്യൂട്ടി നിർത്തിയിട്ട് പെട്ടെന്ന് തിരിച്ചു വിട്ടു ഞാൻ റൂമിലേക്ക്. നമ്മൾ സമദാനി സാഹിബിൻ്റെ പ്രഭാഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പ്രഭാഷണ കലയിൽ പകരം വെക്കാനില്ലാത്തൊരു പ്രഭാഷകനാണല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു. ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച പരിപാടി ഉണ്ടായിരുന്നു, കണ്ണൂർ KMCCയുടെ വകയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ കണ്ണൂർ ഫെസ്റ്റ് എന്നുള്ള പ്രോഗ്രാമിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി, അതായത് പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇന്ന് കുറച്ച് നേരത്തെ തിരിച്ചു ഞാൻ. ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകൻ, അതായത് ഒരുവിധം എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണല്ലോ സമദാനി സാഹിബ്. ആ മദീനയിലേക്കുള്ള പാത, ആ പ്രസംഗത്തിൻ്റെ ഓളം ഒന്നും ഒരു പ്രഭാഷകന്മാരും സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഒരു പ്രാവശ്യം ഒരു ടൈമിൽ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് പറയുകയുണ്ടായിത്ര, ഞാനവിടെ സംസാരിക്കുമ്പോൾ ഹിന്ദിയിൽ സംസാരിക്കുന്ന സമയത്ത് അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് സമദാനി സാഹിബിനെ പോലുള്ള ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാളുണ്ടെങ്കിലേ ഞാൻ വന്നിട്ട് കാര്യമുള്ളൂ, അതായത് ഞാൻ പറയുന്നത് ജനങ്ങളിലേക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയുകയുണ്ടായിത്ര. അത്രയും ബഹുഭാഷാ പണ്ഡിതൻ എന്ന് തന്നെ പറയാം. അതുപോലെ ഒട്ടനവധി ബിരുദങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ളൊരു ആൾ തന്നെയാണല്ലോ അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് തിരിക്കാൻ കാരണം. എന്തായാലും നല്ല പ്രഭാഷണമായിരുന്നു. എന്തായാലും ഞാൻ വീഡിയോ അതിൽ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാം. ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ആളുകളെ സഹായിക്കണം, അവർക്ക് അന്നം കൊടുക്കണം, ദാനം ചെയ്യണം, അതിന് ഇന്ന പ്രതിഫലങ്ങളാണ്, ഇന്ന മഹത്വങ്ങളാണ്, ഇന്ന ശ്രേഷ്ഠതയാണ് എന്നൊക്കെ വിശ്വാചാര്യനായ വിശ്വപ്രവാചകനായ പരിശുദ്ധ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു, ഇതൊക്കെ സമ്പന്നർക്കല്ലേ ദൈവദൂതരെ ദാനധർമ്മങ്ങളും ദാനവും ചെയ്യാൻ കഴിയും? പാവപ്പെട്ടവനായി ഞങ്ങളെ പോലുള്ളവർ, എന്നെ പോലുള്ളവർ എന്ത് ചെയ്യും? ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ദാനം ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോഴാണ് ലോകം അതുവരെ കേൾക്കാത്ത, ലോകം ഇന്നും കേൾക്കേണ്ട വാക്കുകൾ ദൈവദൂതനായ കാരുണ്യത്തിന്റെ തിരുസ്വരൂപമായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെന്ന് പറഞ്ഞു, ഭാരം ചുമക്കുന്നവന്റെ തലയിലേക്ക് നീ ഭാരം ചുമടുകൾ താങ്ങിക്കൊടുക്കൂ, അതാണ് നിന്റെ ദാനം. വിഷമിക്കുന്നവനെ നീ തലോടൂ, അതാണ് നിന്റെ ദാനം. നീ ആളുകളോട് നല്ല വാക്ക് പറയൂ. ഞാനിവിടെ ദീർഘമായൊരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. വാക്ക് മരുന്നാണ് എന്ന് ഞാൻ ഒരു പക്ഷേ